ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളെ നിസാൻ GT-Rൻ്റെ വർക്ക് തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ വർക്ക് തുടങ്ങാൻ പോവാണ്. സോ നമ്മൾ ആദ്യം വർക്ക് കാറ് ഇപ്പോഴത്തെ കറൻറ്റ് ലുക്ക് ഇതാണ് കേട്ടോ. ഫുൾ പെയിൻ്റൊന്നുമില്ല, ബോഡിയാണ് ക്ലീന്. ഇനി കുറച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് റിമൂവ് ചെയ്യാണ്ട് കുറച്ച് പെയിൻറ്റ്, പിന്നെ നമുക്ക് ബോഡി ഫുള്ള് പാർട്സ് ആക്കിയിട്ട് വേണം ഇത് സ്റ്റിക്കർ റാപ്പും കാര്യങ്ങളും ചെയ്യാൻ. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഗൈസ്, അത് നമ്മൾ കാറ് എന്താണ് ബോഡി അയക്കുകയാണ്. വെച്ചിട്ടുണ്ട് ഗൈസ്. ആൻഡ് ഇനി ഡോറ് അയക്കണം. രണ്ട് ഡോറ് റിമൂവ് ചെയ്താണ്. ഇനി ഇതാണ് സീറ്റും കാര്യങ്ങളും. പിന്നെ ഇത് വണ്ടിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്. ഇതാണ് കേട്ടോ ലൈറ്റ്. ഇതിന്മേൽ നമ്മൾ ഒരു പ്രത്യേക വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗൈസ്. ഈ സംഭവം എന്താ പറയുക, ഈ ലൈറ്റ് ഫ്രണ്ട് ഹെഡ് ലാമ്പ് നമ്മൾ യെല്ലോ ഷെയ്ഡ് കൊടുക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിത് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടാണിത് നോക്കിയത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ സംഭവം സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ എന്തായാലും ഹെഡ് ലാമ്പ് യെല്ലോ കളർ ഷെയ്ഡ് കൊടുക്കാൻ തീരുമാനിച്ചാണ് കേട്ടോ. നമുക്ക് കാണാം എന്താവുമെന്ന് നമുക്ക് നോക്കാം. പറിച്ച് ഇതാണ് ഹെഡ് ലാമ്പ്, ഇത് ഫ്രണ്ട് ഗ്ലാസ്സാണ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മളെ കാറിൻ്റെ ബോഡി വരുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് സ്റ്റിക്കറാണ് ഇതിന്മേൽ റാപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ച്. സോ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഗൈസ്, നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ആദ്യം ഫ്രണ്ട് പോർഷനാണ് കേട്ടോ സ്റ്റിക്കർ റാപ്പ് ചെയ്യുന്നത്. നമുക്ക് തുടങ്ങാം. സോ ഗൈസ്, നമ്മളങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത്, പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ വർക്ക് മുന്നോട്ട് പോകുന്നില്ല. കാരണം നമ്മൾ മുമ്പെടുത്ത വർക്കിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് കിടക്കുന്നത്. അതായത് നമ്മളെ മുമ്പത്തെ വർക്കിൽ മെഴ്സിഡസ് ബെൻസിൻ്റെ ബോഡി ഏകദേശം പ്ലെയിൻ ആയിരുന്നു. പക്ഷേ നിസാൻ GT-Rൻ്റെ ബോഡി വരുന്നത് കുറച്ച് കർവായിട്ടാണ്. അതുകൊണ്ട് ഇതിൽ സ്റ്റിക്കർ ഒട്ടിക്കുക എന്നുള്ളത് കുറച്ച് റിസ്കി പണിയായിരുന്നു. അങ്ങനെ നമ്മൾ അന്ന് പണി നിർത്തി വെച്ച് ഗൈസ്. പിന്നെ രണ്ടാമത്തെ ദിവസം വേറെ തുടങ്ങിയതാണ്. അതായത് അന്ന് ചെയ്ത വർക്ക് മൊത്തം റിമൂവ് ചെയ്ത് പിന്നെ രണ്ടാമത്തെ ദിവസം വേറെ ഫസ്റ്റ് തൊട്ട് ഒന്നും കൂടെ ചെയ്ത് തുടങ്ങിയതാണ്. നമ്മൾ ഓരോ പാർട്സ് ആയിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓരോ ബോഡി ഇപ്പോൾ റൂഫാണെങ്കിലും ബോണറ്റ് ആണെങ്കിലും സൈഡ് ഡോറ് കാര്യങ്ങളാണെങ്കിലും ഒക്കെ പാർട്സ് ആയിട്ട് ഓരോ കഷ്ണം സ്റ്റിക്കർ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ഇതിൻ്റെ മുമ്പ് ചെയ്ത വർക്കിൽ ആകെ രണ്ട് പീസ് സ്റ്റിക്കർ കൊണ്ടാണ് ഫുൾ ബോഡി റാപ്പ് ചെയ്തത്. ഫ്രണ്ട് ബോണറ്റ് കാര്യങ്ങൾ ഒരു സ്റ്റിക്കറും അതിൻ്റെ ബാക്കിലേക്ക് രണ്ടാമത് വേറൊരു സ്റ്റിക്കറുമാണ് എടുത്തത്. പക്ഷേ ഇതിന് നമ്മൾ റൂഫ് വേറെ, ബോണറ്റ് വേറെ, സൈഡ് ഫെൻഡർ വേറെ, ബാക്ക് വേറെ, ഡോർ വേറെ, അങ്ങനെ ഓരോ പീസുകളായിട്ടാണ് എടുത്തത്. അത്രയും ഇത് കർവി ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒറ്റ സ്റ്റിക്കറിനത് ഇത് ഫുള്ള് വർക്ക് ചെയ്ത് തീർക്കാൻ ഭയങ്കര റിസ്ക് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ പിന്നെ ഈ വണ്ടിക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന എയർ ഇൻടേക്കുകൾ, പിന്നെ ഹുഡുമ്മൽ വരുന്ന ചെറിയ ഹോൾസുകൾ, അതുപോലെ തന്നെ ബാക്ക് എൻജിൻ റൂം, അങ്ങനെ കുറേ സ്പോർട്സ് എലമെൻറ്റുകൾ ഈ വാഹനത്തിൽ കൂടുതലായതുകൊണ്ട് ആ ഏരിയകളൊക്കെ നമുക്ക് ചെറിയ വർക്കുകൾ ഭയങ്കര ശ്രദ്ധിച്ച് കവർ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് കൂടുതലാണ് ഈ വർക്ക് ചെയ്യാൻ.
സോ ഗൈസ് ഈ കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നിസാന്റെ GTR ലൈനപ്പിൽ വരുന്ന അവസാനത്തെ ജനറേഷനാണ്. അതായത് 6th ജനറേഷന്. വേൾഡ് വൈഡിൽ ഒരു വലിയ ഫാൻ ബേസ് ഉള്ള ഒരു കാറാണ് കേട്ടോ നിസാൻ GTR എന്ന് പറയുന്നത്. പക്ഷേ സങ്കടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൈസ് നിസാൻ ഈ GTR ഇപ്പോൾ പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ട്. സോ ഗൈസ് നമ്മളെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമ്മൾ വണ്ടിൻ്റെ ബാക്ക് ഭാഗം മാത്രമേ കംപ്ലീറ്റ് ആവാനുള്ളൂ. ബാക്കി ഏകദേശം നമ്മൾ ഫിനിഷ് ചെയ്താണ്. ഏകദേശം ഇന്നത്തെ പണി ഏകദേശം നമുക്ക് നിർത്താനുള്ളൊരു മൂഡ് പോയി. അതായത് ഒരു മൂഡ് കിട്ടണ്ടേ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ. ആ മൂഡില്ലാത്തതുകൊണ്ട് നമ്മൾ ആൾ നിർത്തിച്ച് ഇനി നമുക്ക് അടുത്ത ദിവസം തുടങ്ങാം. അപ്പോൾ ഗൈസ് നമ്മളെ വർക്ക് 3ാമത്തെ ദിവസമാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് പണി തീർക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് വണ്ടീൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് ഹുഡിൻ്റെ 2 സൈഡ് വരുന്ന ഫെൻഡറുകളുമാണ് ബാക്കിയുള്ളത്. ബാക്കി വർക്ക് ഏകദേശം മൊത്തം ഫിനിഷ് ചെയ്താണ്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ലൈറ്റ് 2 ഹെഡ് ലാമ്പിൻ്റെ കാര്യം നമ്മൾ വീഡിയോൻ്റെ ഫസ്റ്റിൽ പറഞ്ഞിരുന്നു. 2 ഹെഡ് ലാമ്പിന് യെല്ലോ ഷെയ്ഡ് കൊടുക്കാനുള്ളത്. അതിൻ്റെ വീഡിയോ പക്ഷേ ഞാൻ എടുത്തില്ല. പക്ഷേ അതിൻ്റെ അവസാനത്തെ ഒരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഗൈസ് നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ഇനി ഈ വണ്ടിയിൽ വരുത്താൻ പറ്റുന്ന നിങ്ങളുടേതായ മോഡിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സോ ഗൈസ് അപ്പോൾ നമ്മളെ GTRൻ്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ GTRൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ ഫുൾ ഒരു വൈറ്റ് ഫിനിഷിലാണ് ഇത് വർക്ക് ചെയ്തത്. പിന്നെ ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ 2 ഹെഡ് ലാമ്പ് നമ്മൾ യെല്ലോ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതാണ്. പിന്നെ ബാക്കി ഫുൾ ബോഡി വൈറ്റും ആണ് ചെയ്തത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും വർക്കാണ് നമ്മൾ ഈ നിസാൻ GTR സ്കൈലൈൻ R35 നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.